ഇന്ത്യയിൽ നേഴ്സിംഗ് പഠിക്കുന്ന അതേ ചെലവിൽ തന്നെ നിങ്ങൾക്ക് ഒരു യൂറോപ്യൻ രാജ്യത്ത് നേഴ്സിംഗ് പഠിക്കുകയും അവിടെ തന്നെ സെറ്റിൽഡ് ആയാലോ? അതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. യൂറോപ്പിലെ നേഴ്സിംഗ് പഠിക്കുക എന്ന് പറയുമ്പം പലരുടെയും ഒരു ഡ്രീമാണ് യൂറോപ്പിലെ പോയി ജോലി ചെയ്യുക, നേഴ്സായിട്ട് ജോലി ചെയ്യുക എന്നുള്ളത്. പലരും ഇന്ത്യയിൽ നിന്ന് നേഴ്സിംഗ് ഡിഗ്രി എടുത്തതിന് ശേഷം യൂറോപ്പിലേക്ക് ട്രൈ ചെയ്യുന്നു. അതിനുശേഷം അവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ നമുക്ക് പറയാം, ഈ നേഴ്സുമാരെ ഡയറക്റ്റ് ആയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ പണ്ടൊക്കെ UK അല്ലെങ്കിൽ ജർമ്മനിയൊക്കെ ധാരാളം നേഴ്സുമാരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ UK ഇപ്പോൾ നേഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല. ജർമ്മനിയിലാണെങ്കിൽ B2 ലെവൽ ലാംഗ്വേജ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുന്നുള്ളൂ. മറ്റു രാജ്യങ്ങളിൽ ഇതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നേഴ്സുമാരെ റിക്രൂട്ട്മെന്റ് വളരെ വളരെ കുറവാണ്. പക്ഷെ അവിടെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് രജിസ്റ്റേർഡ് നേഴ്സ് ആവാം, അവിടെ പഠിക്കാം, അവിടെ പ്രാക്ടീസ് ചെയ്യാം, അവിടെ നിന്ന് സെറ്റിൽ ഡൗൺ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ യൂറോപ്പിൽ നമുക്ക് ഇത് ഇത്തരം ഒരു സൗകര്യം കൊടുക്കുന്നത്, യൂറോപ്പ് എന്ന് പറയുമ്പോൾ യൂറോപ്പിലെ ഷെങ്കൻ സോണിലുള്ളതാണ്. ഈ 29 രാജ്യങ്ങൾക്കുള്ള ആക്സസ് കൂടിയാണ്. യൂറോപ്പിലെ 29 രാജ്യങ്ങൾ, അതായത് ഫ്രാൻസ്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, അല്ലെങ്കിൽ നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങൾക്കും ആക്സസ് നൽകുന്ന ഒരു രാജ്യമാണ് ബൾഗേറിയ. അവിടെ നമുക്ക് പഠിക്കാം. ഇന്ത്യയിലെ പോലെ തന്നെ 4 വർഷം തന്നെയാണ് അവിടെയും നഴ്സിംഗിന്റെ ഡ്യൂറേഷൻ ഉള്ളത്. ഏകദേശം ഒരു 3.5 ലക്ഷം രൂപയാണ് നമുക്ക് അവിടെ ഫീസ് വരുന്നത്. ഈ ഫീസ് നമുക്ക് സെമസ്റ്റർ വൈസ് ആയിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ ആയിട്ട് തരാനായിട്ട് ബാങ്കുകളും വില്ലിംഗ് ആണ്. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ നേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഏകദേശം 2500 യൂറോസ്, അതായത് 2.5 ലക്ഷം രൂപയാണ് നമുക്ക് അവിടെ സാലറി ആയിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് അവിടെ ജീവിത ചെലവുകൾ ഉണ്ടായിരിക്കും. ഏകദേശം ഒരു 60,000 മുതൽ 80,000 രൂപ നിങ്ങൾക്ക് ജീവിത ചെലവുകൾ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 1,75,000 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് സേവിങ്സ് വരുത്താൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഫഷനും കൂടിയിട്ടുള്ളതാണ് നേഴ്സിംഗ്. കൂടാതെ നിങ്ങൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ പാർട്ട് ടൈം ചെയ്യാനുള്ള ഒരു അവൈലബിലിറ്റി കൂടിയുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഒരു 75,000 ഒരു മാസം തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്തിട്ട് ഏൺ ചെയ്യാവുന്നതാണ്. വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ നിങ്ങൾക്ക് പഠിക്കുകയും അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുകയും നിങ്ങൾക്ക് അടുത്ത വർഷത്തെ ഫീസ് അടയ്ക്കാനായിട്ട് ഒരു പക്ഷേ ഈ ഏൺ ചെയ്യുന്ന പൈസ കൊണ്ട് തന്നെ ഫീസ് അടയ്ക്കാനായിട്ടും പറ്റും. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ട് യൂറോപ്പിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അവിടുത്തെ ജോലിക്ക് വേണ്ടി വേറെ അന്വേഷിക്കേണ്ട കാര്യങ്ങളില്ല, ജോലിയും അവിടെ ചെയ്യാൻ പറ്റും. ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലും ഈ പറയുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു 6 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ഈ 4 വർഷത്തേക്കായിട്ട് ഫീസ് വരുന്നുണ്ട്. കൂടാതെ പല കോളേജുകളും ഒരു പക്ഷേ ബിൽഡിംഗ് ഡൊണേഷൻ ഫണ്ടെന്നോ അല്ലെങ്കിൽ എക്സ്ട്രാ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3-4 ലക്ഷം രൂപ അഡീഷണലി മേടിക്കുന്നു. ഒരു 10 to 12 lakhs ആണ് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഒരു നഴ്സിംഗ് കോഴ്സ് പഠിക്കാനായിട്ട് ചിലവ് വരുന്നെങ്കിൽ ഈ പറയുന്ന ബൾഗേറിയയിൽ മാത്രം പൈസ തന്നെ വരുന്നുള്ളൂ. അതേ ഇന്ത്യയിൽ പഠിക്കുന്ന അതേ ചിലവിൽ നിങ്ങൾക്ക് ബൾഗേറിയയിൽ പഠിക്കുകയും ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ പഠിച്ചതിന് ശേഷം നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ശമ്പളം ഒരു 20,000 പ്ലസിലേക്ക് ശമ്പളം സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അവിടെ നിങ്ങൾക്ക് 2.5 ലക്ഷത്തിനടുത്താണ് ശമ്പളം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൾഗേറിയയിൽ നഴ്സിംഗ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് യൂറോപ്പിലേക്കുള്ള മുഴുവൻ ആക്സസ് ആണ്. കൂടാതെ നിങ്ങൾക്ക് ബൾഗേറിയയിൽ തന്നെ നിങ്ങൾക്ക് PR എടുക്കാനും നിങ്ങൾക്ക് അവിടെ സെറ്റിൽ ചെയ്യാനും നിങ്ങളുടെ ഫാമിലിനെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ബൾഗേറിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.